بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഉറുദുവിൽ നിന്നുള്ള അടുത്ത പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏകദേശം 8ാമത്തെ ചാപ്റ്ററാണ്. ശ്രദ്ധിക്കുക. ബാസാർ കി സേർ. ബാസാർ കി സേർ. ബാസാർ എന്ന് പറഞ്ഞാൽ എന്താ? ബാസാർ, അങ്ങാടി. ബാസാർ കി സേർ, അങ്ങാടിയിലേക്കുള്ള സഞ്ചാരം, അങ്ങാടിയിലേക്കുള്ള യാത്ര എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക. रशीद अहमद घर का सौदा लाने के लिए बाज़ार जाने लगा तो सईद अहमद को भी साथ ले गया. जब सईद अहमद बाज़ार पहुंच गया तो उसने वहाँ कई दुकानें देखी. बाज़ार की चहल पहल देखकर सईद अहमद बहुत मसरूर हुआ. बाज़ार की एक दुकान के बारे में सईद अहमद अपने भाई से सवाल करने लगा. सईद अहमद, ये किस चीज़ की दुकान है भाई साहब? रशीद अहमद, ये कागज़ कलम की दुकान है. यहाँ पढ़ाई से मुतालिक चीज़ें मिलती हैं. सईद अहमद आगे बढ़ा तो एक दूसरी दुकान नज़र आई और फ़ौरन भाई से पूछा. रशीद अहमद घर का सौदा लाने के लिए. रशीद अहमद ഒരാളുടെ പേരാണ്. റഷീദ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ ഗർക്ക വീട്ടിലേക്കുള്ള സൗദ എന്ന് പറഞ്ഞാൽ സാധനം, വസ്തു, കച്ചവട സാധനം ഒക്കെ പറയാം. അപ്പോൾ ഗർക്ക സൗദ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ലാനെ കേലിയെ കൊണ്ടുവരാൻ വേണ്ടി, ബാസാർ അങ്ങാടിയിലേക്ക്, ജാനേലക പോകാൻ തുടങ്ങി. റഷീദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾ ഗർക്ക സൗദ ലാനെ കേലിയെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാസാർ ജാനേലക അങ്ങാടിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴാണോ പോകാൻ തുടങ്ങിയത് അപ്പോൾ സയ്യിദ് അഹമ്മദ് കോബി, സയ്യിദ് അഹമ്മദിനെയും, സയ്യിദ് അഹമ്മദ് ഒരാളുടെ പേരാണ്, സയ്യിദ് അഹമ്മദ് കോബി, സയ്യിദ് അഹമ്മദിനെയും സാത്ത് ലേഗയ കൂടെ കൊണ്ടുപോയി. ലേ ആന ലേ ജാന. ലേ ആന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ലേ ജാന എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക എന്നർത്ഥം. ഒന്നും കൂടെ നോക്കാം. റഷീദ് അഹമ്മദ് ഗർക്ക സൗദ ലാനെ കേലിയെ, റഷീദ് അഹമ്മദ് വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ബാസാർ ജാനെ ലഗാത്തോ എപ്പോഴാണോ അങ്ങാടിയിലേക്ക് പോകാൻ തുടങ്ങിയത് അപ്പോൾ സയ്യിദ് അഹമ്മദ് കോബി സാത്തിലേക്കയ, സയ്യിദ് അഹമ്മദിനെയും കൂടെ കൊണ്ടുപോയി. ജബ് എപ്പോഴാണോ സയ്യിദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ബാസാർ പഹുഞ്ച് ഗയ അങ്ങാടിയിൽ എത്തിയത്, തോ അപ്പോൾ, ഉസ്നെ അവൻ, വഹാം അവിടെ, കൈ ഒരുപാട്, ദുക്കാനേം കടകൾ, ദേഖീം കണ്ടു. ഒന്നുകൂടെ നോക്കാം. ജബ് സയ്യിദ് അഹമ്മദ് ബാസാർ പഹുഞ്ച് ഗയാത്തോ എപ്പോഴാണോ സയ്യിദ് അഹമ്മദ് അങ്ങാടിയിൽ എത്തിയത് അപ്പോൾ, ഉസ്നെ വഹാം കൈ ദുക്കാനെ ദേഖീം അവൻ അവിടെ ഒരുപാട് കടകളെ കണ്ടു. എപ്പോഴാണോ അങ്ങാടിയിൽ എത്തിയത് അപ്പോൾ ഒരുപാട് കടകളെ കണ്ടു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒന്നുകൂടെ നോക്കാം. റഷീദ് അഹമ്മദ് ഗർക്ക സൗദ ലാനെ കേലിയെ, റഷീദ് അഹമ്മദ് വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ബാസാർ ജാനെ ലഗാത്തോ അങ്ങാടിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സയ്യിദ് അഹമ്മദ് കോബി സാത്തിലേക്കയ, സയ്യിദ് അഹമ്മദിനെയും കൂടെ കൊണ്ടുപോയി. ജബ് സയ്യിദ് അഹമ്മദ് ബാസാർ പഹുഞ്ച് ഗയാത്തോ എപ്പോഴാണോ സയ്യിദ് അഹമ്മദ് അങ്ങാടിയിൽ എത്തിയത് അപ്പോൾ ഉസ്നെ വഹാം കൈ ദുക്കാനെ ദേഖീം അവൻ അവിടെ ഒരുപാട് കടകൾ കണ്ടു. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി 3ാമത്തെ വരി. बाज़ार की चहल पहल देख कर सईद अहमद बहुत मसरूर हुआ. बाज़ार की അങ്ങാടിയിലെ, ചഹൽ പഹൽ കോലാഹലം അല്ലെങ്കിൽ സന്തോഷം, ബാസാറിലെ അങ്ങാടിയിലെ കോലാഹലം, ദേഖ് കർ കണ്ടിട്ട്,
സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾക്ക് ബഹുത്ത് വളരെയധികം മസ്റൂർ ഹുവ സന്തോഷവാനായി. മസ്റൂർ ഹോന എന്ന് പറഞ്ഞാൽ സന്തോഷവാനാവുക, ഖുഷ് ഹോന. മസ്റൂർ ഹോന സന്തോഷവാനാവൽ, ഖുഷ് ഹോന അതിൻ്റെ അർത്ഥമാണ്. മസ്റൂർ ഹുവ സന്തോഷവാൻ ആയി, മസ്റൂർ ഹുവ സന്തോഷവാൻ ആയി. ബാസാർ കി ചഹൽ പഹൽ ദേഖ് കർ അങ്ങാടിയിലെ കോലാഹലങ്ങൾ കണ്ടിട്ട് സഈദ് അഹമ്മദ് ബഹുത്ത് മസ്റൂർ ഹുവ സഈദ് അഹമ്മദ് വളരെയധികം സന്തോഷവാനായി. ബാസാർ കി അങ്ങാടിയിലെ ഏക് ദുക്കാൻ കെ ബാരേമേം ഓരോ കടകളെക്കുറിച്ചും ഏക് ഓരോ ദുക്കാൻ കെ ബാരേമേം കടകളെക്കുറിച്ച് സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആള് കുട്ടി അപ്പിനെ ബായിസെ തൻ്റെ സഹോദരനോട് സവാൽ കർണേലക ചോദിക്കാൻ തുടങ്ങി. ബാസാർ കി ഏക് ദുക്കാൻ കെ ബാരേമേ അങ്ങാടിയിലെ ഓരോ കടകളെക്കുറിച്ചും സഈദ് അഹമ്മദ് അപ്പിനെ ബായിസെ സവാൽ കർണേലക തൻ്റെ സഹോദരനോട് ചോദിക്കാൻ തുടങ്ങി. സഈദ് അഹമ്മദ് ചോദിക്കുന്ന ആ ചോദ്യവും റഷീദ് അഹമ്മദ് മറുപടി പറയുന്ന മറുപടിയും ഒരു സംഭാഷണ രൂപേണ അവതരിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി ചോദിക്കുകയാണ്, യേ കിസ് ചീസ് കി ദുക്കാൻ ഹേ ബായി സാഹബ്. ഇത് കിസ് ഏത്, ചീസ് വസ്തു, കിസ് ചീസ് കി ഏത് വസ്തുവിൻ്റെ, ദുക്കാൻ കട, ഹേ ആകുന്നു, ബായി സാഹബ് സഹോദര, ബായി സഹോദരൻ, സാഹിബ് അത് ബഹുമാനത്തിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്നതാണ്. ബായി സാഹബ് സഹോദര. യേ കിസ് ചീസ് കി ദുക്കാൻ ഹേ ബായി സാഹബ്, സഹോദര ഇത് ഏത് സാധനത്തിൻ്റെ കടയാകുന്നു എന്ന് സഈദ് അഹമ്മദ് തൻ്റെ ബായിയോട് സഹോദരനോട് ചോദിച്ചു. അപ്പോൾ സഹോദരൻ റഷീദ് അഹമ്മദ് മറുപടി പറയുന്നു, യേ കാഗസ് കലം കി ദുക്കാൻ ഹേ. ഇത് ഈ കട കാഗസ് പേപ്പറിൻ്റെ, അതുപോലെ തന്നെ കലം പേന, കലം കി കാഗസ് കലം കി പേപ്പറിൻ്റെയും പേനയുടെയും ദുക്കാൻ ഹേ കടയാകുന്നു. ഈ കട പേപ്പറും അതുപോലെ തന്നെ പേനയും ലഭിക്കുന്ന കടയാകുന്നു. യഹാം ഇവിടെ, പടായിസെ മുതഅല്ലിക്ക് പഠായി പഠനം, പഠായിസെ പഠനവുമായിട്ട്, മുതഅല്ലിഖ് ബന്ധമുള്ള, ചീസ് വസ്തു, വസ്തുക്കൾ മിൽത്തി ഹൈൻ ലഭിക്കുന്നു, കിട്ടുന്നു. റഷീദ് അഹമ്മദ് മറുപടി പറഞ്ഞു, യേ കാഗസ് കലം കി ദുക്കാൻ ഹേ, ഇത് പേപ്പറിൻ്റെയും പേനയുടെയും കടയാകുന്നു. യഹാം പടായിസെ മുതഅല്ലിഖ് ചീസേ മിൽത്തെ ഹൈൻ, ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ലഭിക്കുന്നു എന്ന് സഹോദരൻ മറുപടി പറയുകയും ചെയ്തു. സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ചെറിയ കുട്ടി, ആ വ്യക്തി ആകെ ബട ഒന്നുകൂടി മുന്നോട്ട് ഗമിച്ചു. ആകെ ബടന മുന്നോട്ട് ഗമിക്കുക. സഈദ് അഹമ്മദ് ആകെ ബടാത്തോ മുന്നോട്ട് ഗമിച്ചപ്പോൾ, സഈദ് അഹമ്മദ് ആകെ ബടാത്തോ എപ്പോൾ സഈദ് അഹമ്മദ് മുന്നോട്ട് ഗമിച്ചപ്പോൾ, ഏക് ദൂസരി ദുക്കാൻ മറ്റൊരു കട കൂടി നസർ ആയി കണ്ടു. നസറാന ദിഖായി ദേന, ദേഖിന എന്നർത്ഥം. നസർ ആന കാണുക, ദേഖിന എന്നർത്ഥം. ദിഖായി ദേന കാണൽ എന്നർത്ഥം. നസറായി എന്ന് പറഞ്ഞാൽ കണ്ടു, നസറായി കണ്ടു. ഏക് ദൂസരി ദുക്കാൻ നസറായി മറ്റൊരു കട കൂടി കണ്ടു. അവർ മാത്രമല്ല, ഫൗറൻ പെട്ടെന്ന്, ബായിസെ പൂച്ച സഹോദരനോട് ചോദിച്ചു. സഈദ് അഹമ്മദ് ആകെ ബടാത്തോ മുന്നോട്ട് ഗമിച്ചപ്പോൾ, ഏക് ദൂസരി ദുക്കാൻ നസറായി മറ്റൊരു കട കൂടി അവൻ കണ്ടു. അവർ മാത്രമല്ല, ഫൗറൻ പെട്ടെന്ന് തന്നെ, ബായിസെ പൂച്ച തൻ്റെ സഹോദരനോട് ചോദിക്കുകയും ചെയ്തു. എന്താ ചോദിച്ചത്? സഈദ് അഹമ്മദ് ചോദിക്കുകയാണ്,
ഇത് കിസ് ചീസ് കി ഏതു സാധനത്തിൻ്റെ ദുക്കാൻ ഹേ കടയാകുന്നു ബായി സാഹിബ് സഹോദര. യെ കിസ് ചീസ് കി ദുക്കാൻ ഹേ ബായി സാഹിബ് സഹോദര, എൻ്റെ സഹോദര, ഈ കട ഏതു സാധനത്തിൻ്റെ കടയാകുന്നു എന്ന് സയ്യിദ് അഹമ്മദ് തൻ്റെ സഹോദരനോട് ചോദിച്ചു. അപ്പോൾ സഹോദരനായ റഷീദ് അഹമ്മദ് മറുപടി പറയുകയാണ്, ഈ കട ഇത് നായി കി ദുക്കാൻ ഹേ. നായി എന്ന് പറഞ്ഞാൽ ബാർബർ, മുണ്ടനം ചെയ്യുന്ന ആൾ. നായി കി ദുക്കാൻ ഹേ, ഇത് ബാർബറുടെ കടയാകുന്നു. ഈ കട ഷീഷേ സേ ബന്ദ് ഹേ. ഷീഷേ എന്ന് പറഞ്ഞാൽ എന്താ? ചില്ലി എന്നർത്ഥം. കണ്ണാടി, ചില്ലി എന്നൊക്കെ അർത്ഥം, ഗ്ലാസ്. ഈ കട ഷീഷേ സേ കണ്ണാടി കൊണ്ട്, ചില്ല് കൊണ്ട്, ബന്ദ് ഹേ ബന്ധിപ്പിക്കപ്പെട്ടതാണ്, അടക്കപ്പെട്ടതാണ്. ഉസ്കെ അന്തർ ആ കണ്ണാടി ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ, ഉള്ളിൽ, നായി ബാർബർ ബാൽ കാട്ട്താ ഹേ മുടി മുറിക്കുന്നു. ബാൽ കാട്ട്താ ഹേ മുടി മുറിക്കുന്നു. അവർ മാത്രമല്ല മൂണ്ട്താ ഹേ മുണ്ടനം ചെയ്യുകയും ചെയ്യുന്നു, വടിക്കുകയും ചെയ്യുന്നു, ഷെയ്വ് ചെയ്യുകയും ചെയ്യുന്നു. മൂണ്ടന ഷെയ്വ് ചെയ്യുക, വടിക്കുക എന്നർത്ഥം. കാട്ടന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, മുറിക്കുക എന്നർത്ഥം. റഷീദ് അഹമ്മദ് മറുപടി പറഞ്ഞു. സയ്യിദ് അഹമ്മദ്, സഹോദര, ഇത് ഏത് കടയാണ് എന്ന് ചോദിച്ചപ്പോൾ റഷീദ് അഹമ്മദ് മറുപടി പറഞ്ഞു, നായി കി ദുക്കാൻ ഹേ, ഇത് ബാർബറുടെ കടയാകുന്നു. ഷീഷേ സേ ബന്ദ് ഹേ, ബാർബറുടെ കട, ഈ കട ചില്ലുകൊണ്ട്, ഗ്ലാസ് കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ്, അടക്കപ്പെട്ടതാണ്. ഉസ്കെ അന്തർ നായി ബാൽ കാട്ട്താ അവർ മൂണ്ട്താ ഹേ, അതിൻ്റെ ഉള്ളിൽ ബാർബർ മുടി വെട്ടുകയും മുണ്ടനം ചെയ്യുകയും ചെയ്യുന്നു, മുടി വെട്ടുകയും ഷെയ്വ് ചെയ്യുകയും ചെയ്യുന്നു എന്നർത്ഥം. അവർ മാത്രമല്ല സാമ്നെ അതിൻ്റെ മുമ്പിലുള്ള, സാമ്നെ ആ മുമ്പിലുള്ള കടയുണ്ടല്ലോ, അത് സാമ്നെ മുമ്പിലുള്ള ആ കട ഗോഷ്ത് വാലെ കി ദുക്കാൻ ഹേ. ഗോഷ്ത് വാല ഇറച്ചിക്കാരൻ, ഗോഷ്ത് വാലെ കി ദുക്കാൻ ഹേ ഇറച്ചിക്കാരൻ്റെ കടയാകുന്നു, ഇറച്ചി കച്ചവടക്കാരൻ്റെ കടയാകുന്നു. അവർ മാത്രമല്ല ഈ കാണുന്ന കട, ഇത് കണ്ടോ, ഈ കട അത് ഫൽ വാലെ കി ദുക്കാൻ ഹേ പഴക്കച്ചവടക്കാരൻ്റെ കടയാകുന്നു. ഫൽ വാല, ഗോഷ്ത് വാല ഒക്കെ പറഞ്ഞാൽ വാല എന്ന് കൂട്ടിക്കൊടുത്താൽ കാരൻ എന്നർത്ഥം വരും. ഇറച്ചിക്കാരൻ, ഗോഷ്ത് വാല, ഫൽ വാല പഴക്കച്ചവടക്കാരൻ. അവർ ഫൽ വാലെ കി ദുക്കാൻ ഹേ, ഇത് പഴക്കച്ചവടക്കാരൻ്റെ കടയുമാകുന്നു. ഉസ്കെ ഉസ് തറഫ്, ഉസ്കെ ആ കടയുടെ, അതിൻ്റെ, ഉസ് തറഫ് ആ ഭാഗത്ത്, കണ്ടോ അതിൻ്റെ ഭാഗത്ത് മറ്റൊരു കട ഉണ്ടോ, ആ കട ബിസ്ക്കറ്റ് വാലെ കി ദുക്കാൻ ഹേ ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ കടയാകുന്നു. ഉസ്കെ അതിൻ്റെ, ഉസ് തറഫ് ആ ഭാഗത്ത്, ബിസ്ക്കറ്റ് വാലെ കി ദുക്കാൻ ഹേ ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ കടയാകുന്നു. അവർ മാത്രമല്ല ഫിർ വേറൊരു കട ഉണ്ടോ, ആ കട സബ്സി ഫർവരിഷ് കി ദുക്കാൻ ഹേ പച്ചക്കറി വിൽക്കുന്നവൻ്റെ കടയാകുന്നു. സബ്സി ഫർവരിഷ്, എന്താ സബ്സി ഫർവരിഷ് എന്ന് പറഞ്ഞാൽ? സബ്സി ബേജ്നെ വാല, പച്ചക്കറി വിൽക്കുന്നവൻ. അപ്പോൾ സബ്സി ഫർവരിഷ് കാ ദുക്കാൻ ഹേ പച്ചക്കറി വിൽക്കുന്നവൻ്റെ കടയാകുന്നു. അവർ മാത്രമല്ല ഫിർ വീണ്ടും നോക്കൂ, അത് സബ്സി ഫർവരിഷ് കി ദുക്കാൻ ഹേ സബ്സി വിൽക്കുന്നവൻ്റെ കടയാകുന്നു. ഒന്നുകൂടെ നോക്കുക. സയ്യിദ് അഹമ്മദ് ആകെ ബടാത്തോ, സയ്യിദ് അഹമ്മദ് മുന്നോട്ട് ഗമിച്ചപ്പോൾ ഏക്ക് ദൂസരി ദുഃഖാൻ നസർ ആയി, മറ്റൊരു കട കൂടി അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവൻ കണ്ടു. അവർ ഫൗറൻ ബായി സെ പൂച്ച, പെട്ടെന്ന് തന്നെ തൻ്റെ സഹോദരനോട് ചോദിച്ചു. സയ്യിദ് അഹമ്മദ് കിസ് ചീസ് കി ദുക്കാൻ ഹേ ബായി സാബ്, സഹോദര, ഇത് ഏത് വസ്തുവിൻ്റെ കടയാകുന്നു? അപ്പോൾ സഹോദരനായ റഷീദ് അഹമ്മദ് മറുപടി പറഞ്ഞു, നായി കി ദുക്കാൻ ഹേ, ഇത് ബാർബറുടെ കടയാകുന്നു. ഷീഷേ സെ ബന്ദ് ഹേ, ഇത് ചില്ലിനാൽ അടക്കപ്പെട്ടതാകുന്നു. ഉസ്കെ അന്തർ നായി ബാൽ കാട്ട്താ അവർ മൂണ്ട്താ ഹേ, അതിൻ്റെ ഉള്ളിൽ ബാർബർ മുടി വെട്ടുകയും ഷെയ്വ് ചെയ്യുകയും ചെയ്യുന്നു. അവർ മാത്രമല്ല സാമ്നെ ആ മുമ്പിൽ കാണുന്നത് ഗോഷ്ത് വാലെ കി ദുക്കാൻ ഹേ ഇറച്ചി കച്ചവടക്കാരൻ്റെ കടയാകുന്നു.
അവർ മാത്രമല്ല ഇത് ഫൽ വാലേക്ക് ദുക്കാൻ ഹേ, ഇത് പഴക്കച്ചവടക്കാരൻ്റെ കടയാകുന്നു. ഉസ്കെ ഉസ് തറഫ്, അതിൻ്റെ ആ ഭാഗത്ത് ബിസ്ക്കറ്റ് വാലേക്ക് ദുക്കാൻ ഹേ, ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ്റെ കടയാകുന്നു. അവർ മാത്രമല്ല ഫിർ, വീണ്ടും വേറെ കട കൂടി ഉണ്ടല്ലോ, ആ കട സബ്സി ഫർവരിഷ് കി ദുക്കാൻ ഹേ, പച്ചക്കറി വിൽക്കുന്നവൻ്റെ കടയുമാകുന്നു. പച്ചക്കറി വിൽക്കുന്നവൻ്റെ കടയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഷീദ് അഹമ്മദ് നിർത്തി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, യേ സബ് ദേക്ക് കർ, യേ സബ് ഇത് മുഴുവനും, ദേക്ക് കർ കണ്ടിട്ട്, സഈദ് അഹമ്മദ് ഖുശി ഖുശി अपने भाईजान के साथ बाजार से वापस आया. ये सब देख कर, ഈ പറയപ്പെട്ട മുഴുവൻ സാധനങ്ങളും കണ്ടിട്ട് സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ആൾ ഖുശി ഖുശി സന്തോഷം, സന്തോഷത്തോടെ അപ്പിനെ തൻ്റെ ഭായിജാൻ കെ സാത്ത് സഹോദരനോടു കൂടെ, ഭായിജാൻ സഹോദരൻ, ഭായിജാൻ കെ സാത്ത് സഹോദരനോടു കൂടെ ബാസാർ സെ അങ്ങാടിയിൽ നിന്നും വാപ്പസ് ആയ മടങ്ങിപ്പോന്നു. വാപ്പസ് ആന മടങ്ങി വരിക, വാപ്പസ് ആയ മടങ്ങിപ്പോന്നു എന്നർത്ഥം. യേ സബ് ദേക്കർ ഇത് മുഴുവനും കണ്ടിട്ട് സഈദ് അഹമ്മദ് ഖുശി ഖുശി, സഈദ് അഹമ്മദ് സന്തോഷത്തോടു കൂടെ അപ്പിനെ ഭായിജാൻ കെ സാത്ത് ബാസാർ സെ വാപ്പസ് ആയ, തൻ്റെ സഹോദരനോട് കൂടെ അങ്ങാടിയിൽ നിന്നും മടങ്ങിപ്പോന്നു എന്നർത്ഥം. ഇത്രയേ നമ്മുടെ പാഠമുള്ളൂ. ബാക്കി ശ്രദ്ധിക്കാം. അൽഫാൽ ഓ മഅനി യാദ് കരു, കണ്ടോ, ആ വാക്കുകളൊക്കെ ഈ പാഠത്തിൽ വന്ന പുതിയ വാക്കുകളാണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുകയും വേണം. ശ്രദ്ധിക്കാതൊക്കെ അർത്ഥം നമ്മൾ പറഞ്ഞു പോയി, എന്നാലും അതിൻ്റെ അർത്ഥങ്ങൾ ഉറുദുവിൽ തന്നെ പറയുന്നുണ്ട്. കഴിയുന്ന ആളുകൾ അത്രയും ഉറുദുവിൽ തന്നെ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നോക്കൂ, അൽഫാൽ മഅനി യാദ് കരു. ഒന്നാമത്തത് സൗദ. എന്താ സൗദ എന്ന് പറഞ്ഞാൽ? സാമാൻ, സാധനങ്ങൾ, ചീസേം, വസ്തുക്കൾ ഒക്കെ അർത്ഥം. ചഹൽ പഹൽ, ആമദോ റഫ്ത്ത്, ചൽത്ത് പിർത്ത്, ശബ്ദ കോലാഹലം എന്നർത്ഥം. മസ്റൂർ ഹോന എന്ന് പറഞ്ഞാൽ ഖുഷ് ഹോന, സന്തോഷവാനാവുക. നസർ ആന, ദിഖായി ദേന, ദേക്കിന, കാണുക എന്നർത്ഥം. സബ്സി ഫർവരിഷ്, സബ്സി ബേജ്നെ വാല, പച്ചക്കറി വിൽക്കുന്നവൻ എന്നർത്ഥം. ഇതൊക്കെ കൃത്യമായി കാണാതെ പഠിക്കുക, അർത്ഥങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്യുക. ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തേതാണ്, രണ്ടാമത്തെ എക്സസൈസ്. സവാലാത് കെ ജവാബാത് ദോ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുക. നിങ്ങളത് കൃത്യമായി എഴുതിയെടുത്താൽ മതി. എഴുതിയെടുക്കണം, ചോദ്യവും എഴുതണം, ഉത്തരവും എഴുതണം. നോക്കൂ, റഷീദ് അഹമ്മദ് സഈദ് അഹമ്മദ് കോ സാത്ത് ലേക്കർ കഹാ ഗയാ. റഷീദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി സഈദ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ കൂടെ എടുത്തിട്ട് കൂടെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? സാത്ത് ലേക്കർ, കൂടെ എടുത്തിട്ട് കഹാങ്കയ, എവിടേക്കാണ് പോയത്? റഷീദ് അഹമ്മദ് സഈദ് അഹമ്മദിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് സഈദ് അഹമ്മദിനെ ബാസാർ മേം ക്യാ ദേക്കാ. സഈദ് അഹമ്മദ് അങ്ങാടിയിൽ എന്താണ് കണ്ടത്? സഈദ് അഹമ്മദ് അങ്ങാടിയിൽ എന്താണ് കണ്ടത്? മൂന്നാമത്തത് ബാസാർ കി ചഹൽ പഹൽ ദേക്ക് കർ, അങ്ങാടിയിലെ ശബ്ദ കോലാഹലം കേട്ടിട്ട്. ബാസാർ കി ചഹൽ പഹൽ ദേക്ക് കർ, അങ്ങാടിയിലെ ശബ്ദ കോലാഹലം കേട്ടിട്ട് സഈദ് അഹമ്മദ് കോ കൈസ ലഗ, സഈദ് അഹമ്മദിന് എന്താണ് തോന്നിയത്? നാലാമത്തത് നായി കി ദുക്കാൻ കൈസി തീ, ബാർബറുടെ കട എങ്ങനെയായിരുന്നു? ബാർബറുടെ കട എങ്ങനെയായിരുന്നു? അഞ്ചാമത്തത് നായി ദുക്കാൻ മേം ക്യാ കർത്താ ഹേ, ബാർബർ കടയിൽ എന്താണ് ചെയ്യുന്നത്? അടുത്തത് സഈദ് അഹമ്മദ് കോ സബ് ദുക്കാനോ കെ ബാരെ മേം കിസ്നെ ബതായ, സഈദ് അഹമ്മദിന് എല്ലാ കടകളെക്കുറിച്ചും ആരാണ് പറഞ്ഞു കൊടുത്തത്? അവസാനത്തെ ക്വസ്റ്റ്യൻ ബിസ്ക്കറ്റ് വാലെ കി ദുക്കാൻ കഹാം പേ തി, ബിസ്ക്കറ്റുകാരൻ്റെ കട എവിടെയായിരുന്നു? കഹാം പേ തി, എവിടെ ആയിരുന്നു? കഹാം പർ, ബിസ്ക്കറ്റുകാരൻ്റെ കട എവിടെയായിരുന്നു
ഇതാണ് നമുക്ക് ചോദ്യോത്തരമായിട്ട് എഴുതാനുള്ളത്. എല്ലാവരും കൃത്യമായി ചോദ്യവും ഉത്തരവും നോട്ട് പുസ്തകത്തിലേക്ക് തെറ്റാതെ എഴുതിയെടുക്കുക. ഇനി അടുത്തത് മൂന്നാമത്തെ എക്സസൈസ്, ജുംലെ മേ ഇസ്തിമാൽ കരോ, വാക്യത്തിൽ പ്രയോഗിക്കൂ എന്നുള്ളതാണ്. ഒക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. നിങ്ങളുടെ സ്വന്തമായ വാക്യത്തിൽ ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. സ്വന്തമായി തന്നെ ഉണ്ടാക്കി പഠിക്കുക, എങ്കിലേ അതുകൊണ്ടുള്ള ഉപകാരമുള്ളൂ. ശ്രദ്ധിക്കുക. സൗദ, ബാസാർ, പഹുഞ്ചിന, ചഹൽ പഹൽ, മസ്റൂർ ഓന, ഖുഷി ഖുഷി. കണ്ട, സൗദ എന്ന് പറഞ്ഞാൽ വീട്ടു സാധനങ്ങൾ, ബാസാർ അങ്ങാടി, പഹുഞ്ചിന എത്തൽ, ചഹൽ പഹൽ ശബ്ദകോലാഹലം, മസ്റൂർ ഹോന സന്തോഷവാനാവുക, ഖുഷി ഖുഷി സസന്തോഷം സന്തോഷത്തോടു കൂടെ. പിന്നെ അടുത്തത് വാപ്പസ് ആന മടങ്ങി വരിക, കൈ ധാരാളം ഒരുപാട്, ഉസ്തറഫ് ആ ഭാഗത്തേക്ക്, ഉസ്തറഫ് ആ ഭാഗത്തേക്ക്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമായ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇനി അടുത്തത് നാലാമത്തേതാണ്, ഖാലി ജഗ പുർക്കലോ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അവർ വോ ഡാഷ് ഗോഷ്ത് വാലേക്കി ഡാഷ് ഹേ, പാഠഭാഗം നോക്കിയിട്ട് വിട്ട ഭാഗം കൃത്യമായി എഴുതി ചേർക്കുക. അവർ യേ ഡാഷ് വാലേക്കി ദുക്കാൻ ഹേ, ഉസ്കെ ഡാഷ് ബിസ്ക്കറ്റ് വാലേക്കി ദുക്കാൻ ഹേ, ഡാഷ് സബ്സി ഫർവരിഷ് की दुकान है. ये सब डैश सईद अहमद खुशी खुशी डैश भाईजान के साथ डैश वापस आया. ഇതൊക്കെയും കൃത്യമായി പാഠഭാഗം നോക്കിയിട്ട് തന്നെ എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ആ ഉപയോഗങ്ങളും കാര്യങ്ങളും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അഞ്ചാമത്തേത്, തർത്തീബ് സഹീഹ് കരോ, തർത്തീബ് ഓർഡർ ശരിയാക്കി എഴുതുക. അവിടെ കൊടുത്തിട്ടുള്ളത് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഓർഡർ നിങ്ങൾ ശരിയാക്കി എഴുതുക. സഈദ് ജബ് അഹമ്മദ് ബാസാർ ഗയാ പഹുഞ്ചു തോ ഉസ് കയ്യിനെ വഹാൻ ദേക്കീൻ ദുക്കാനെ. അത് കൃത്യമായിട്ടല്ല, അർത്ഥവും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ പാഠഭാഗം നോക്കിയിട്ട് ആ ഓർഡർ ശരിയാക്കി എഴുതുക. രണ്ടെണ്ണമുണ്ട്, ചഹൽ ബാസാർ കി ദേക്കർ പഹൽ മസ്റൂർ സഈദ് അഹമ്മദ് ബഹുത്ത് ഹുവ, ബാസാർ കി ചഹൽ പഹൽ ദേക്കർ സയ്യിദ് അഹമ്മദിനെ ബഹുത്ത് മസ്റൂർ ഹുവ. ഇതാണ് അതിൻ്റെ ശരി. നിങ്ങൾ പാഠഭാഗം നോക്കിയാൽ കിട്ടും. അത് കൃത്യമായി ഓർഡർ ശരിയാക്കി എഴുതുകയും ചെയ്യുക. ഇത്രയുമാണ് ഇന്നത്തെ വർക്ക്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള ആറാമത്തെ അൻഷിത്ത, ആറാമത്തെ എക്സസൈസ് ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിച്ച് പറയാം. അത് ഗ്രാമർ പാർട്ടാണ്. ജബ്, തോ, അതുപോലെ തന്നെ ലഗ്ന എന്നിവയുടെ ഉപയോഗമാണ്. ഇൻഷാ അല്ലാ അത് പിന്നീട് ഒരു ക്ലാസ്സിൽ സമയം പോലെ നമ്മൾക്ക് പഠിക്കാം. ഇൻഷാ അല്ലാ ഇപ്പോൾ തന്നെ സമയം 10-22 മിനിറ്റ് ആയിട്ടുണ്ട്. അത് വേറൊരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ എടുത്ത എക്സസൈസുകളൊക്കെയും നിർബന്ധമായിട്ടും എഴുതുക. പാഠഭാഗം കൃത്യമായി വായിച്ച് അർത്ഥം വെച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.